നീ ചെല്ല്, എന്തായാലും അതങ്ങ് പറഞ്ഞേക്ക്. ഇനി ഒളിച്ചു വെച്ചിട്ട് എന്തിനാ? എടി, നീ വെറുതെ ആലോചിച്ച് വിഷമിക്കണ്ട. എന്തായാലും ഇതവനെ അറിയേണ്ടതല്ലേ. അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് സമാധാനായല്ലോ. നീ പേടിക്കണ്ട, ഞാൻ 1-2 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാം എന്നാ. ഹലോ, ഞാനിവിടെ എത്തിയിട്ടോ. ഹലോ, എടാ നീ പറഞ്ഞ പൈസ ഞാൻ ഇട്ടിട്ടുണ്ട്. നീ മാല വിട്ടില്ലേ? ഏയ്, അമ്മയുടെ ഓർമ്മയ്ക്കുണ്ടായിരുന്ന അവസാനത്തേതല്ലേ, ഞാൻ വിൽക്കൂ. ജസ്റ്റ് ഒന്ന് പഴയ ബെസ്റ്റ്. എന്നിട്ട് ഈ കാശ് എവിടെന്നാ കിട്ടിയെന്ന് അവൻ ചോദിച്ചായിരുന്നോ? ഇല്ലടി, ഒന്നും പറയാനില്ല. ഒരു ദിവസം അതിനെ മനസ്സിലാക്കും, നീ നോക്കിക്കോ. ഇപ്പൊ തന്നെ നോക്കിയിരുന്നോട്ടോ. ഹലോ, നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ ഞാൻ രണ്ടു ആര് വരുന്നു? എങ്ങോട്ടാ? അല്ല, നീ പോയ കാര്യം ഞാൻ അറിഞ്ഞു. അതിന് അല്ല, നീ ഇവിടെ ഒറ്റയ്ക്ക് ഓടിച്ചിരിക്കുന്ന എനിക്ക് അറിഞ്ഞോടെ. അല്ല, ഒരു പോരടിയില്ല. നീ നല്ല പെട്ട്. ഒരു 5 മിനിറ്റ്. നിങ്ങൾ കല്യാണം കഴിയട്ടെ. കൊഞ്ചാണ്ട് പോ. ഒരു ഉമ്മ തരാൻ പോലെ എന്നെ പോ. ഉമ്മയില്ല, പോ. വിളിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈക്ക് നിർത്തി ഇറങ്ങി ചെന്നു. എൻ്റെ ലുക്ക് ഉണ്ട്, പോലീസ് തന്നുകൊണ്ട് പിള്ളേർ പണമാറൊരു ഓട്ടോ ഓടി. ആ ഓട്ടം നീ കാണുമായിരുന്നു. അപ്പൊ ഇമ്പ്രസ് ആയിരുന്നു. രക്ഷയില്ലാത്ത ഓട്ടോ എടുക്കുന്നു. ആ എന്ത് ചിരിക്കുന്നത്? എന്താടോ? ഈ പാട്ട് ഓർമ്മയുണ്ടോ? ഇത് വിദ്യാജിയുടെ പാട്ടല്ലേ? അത്രേ ഉള്ളൂ. വേറെന്താ? ചേട്ടാ, നമുക്കേ ഇതിൽ കഴിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ കോക്ടെയിൽ കഴിച്ചാലോ? ചേട്ടാ, 2 കോക്ടെയിൽ. എടാ, നമ്മൾ കണ്ടിട്ട് എത്ര ദിവസമായി? കണ്ടിട്ടൊരു 1 വീക്ക്. അതിനിപ്പോ എന്താ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് എന്ത് പറയാനാ? ഒന്നല്ലെങ്കിൽ നീ ഓവറായിട്ട് എന്തെങ്കിലും ആലോചിച്ച് കൂട്ടിണ്ടാവും. നീ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ട് എന്ത് ഓവർ എക്സ്പെക്ടേഷൻ. നീ എന്ത് തുറച്ചു നോക്കണേ? നീ കഴിക്കണല്ലേ? മതിയായി. അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതല്ല, നിന്നെ മതിയായിന്ന്. ഐ നീഡ് എ ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് ആണോ? ആയിക്കോട്ടെ. നിനക്ക് വേറൊന്നും പറയാനില്ല? ഞാൻ എന്ത് പറയാനാ? എല്ലാ പ്രാവശ്യം ഉള്ള തന്നെയല്ലേ. ആദ്യം ദേഷ്യപ്പെട്ട് ബ്രേക്കപ്പ് എന്ന് പറയും, പിന്നെ പഴയ പോലെ സ്നേഹിച്ചിലാവും. ഇതിലിപ്പോ എന്താ പറയാനുള്ളത്? ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഐ നീഡ് എ ബ്രേക്കപ്പ്. വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടല്ലേ? അതോ വല്ല മൂഡ് സിങ്സ് ആയിരിക്കും. ആൾക്കാർ കാര്യമായിട്ട് എന്തെങ്കിലും പറയുമ്പോ ഇത് പീരിയഡ്സ് തന്നെ. അതന്നെയാ. ഇതിനും മാത്രം എന്തോ അടി. എനിക്കിപ്പോ നിന്നോട് ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. എനിക്ക് വേറൊരാളെ ഇഷ്ടമാ. ആരടി അവൻ? ഐ എം എ ലെസ്ബിയൻ. ഞാനത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. നീ
പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ട് തന്നെയാണോ പറയണേ? അപ്പോ നീ ഇനി എന്നെ തൊടണ്ട. എനിക്ക് നീ ഇനി തൊട്ടാലും ഒന്നും ഫീൽ ചെയ്യില്ല. എനിക്ക് പിന്നെ ആരോടെ ഫീലിങ്സ്? മിയ, ഐ എം മാഡ്ലി ഇൻ ലവ് വിത്ത് ഹർ. ഇവളാ? അരുണേ പതിയെ ആൾക്കാര് കേക്കും. ഞങ്ങള് പെമ്പിള്ളാരാ, അധികം ശബ്ദം ഉണ്ടാക്കിയ ഞാൻ ഇവളെ വിളിച്ചോണ്ട് പോവും. എനിക്ക് നിങ്ങളോടൊന്നും പറയാനുമില്ല, നിങ്ങൾ എന്നോടൊന്നും മിണ്ടും വേണ്ട. എനിക്ക് ഇനി വേറെ പ്രത്യേകിച്ച് നിന്നോടൊന്നും പറയാനില്ല. അവള് പറഞ്ഞ തന്നെ ഉള്ളൂ. കൂടുതൽ ഒച്ചയെടുത്താ ഞാൻ അവളുടെ കൂടെ അങ്ങ് പോവും. വാ പോവാം. എടി എന്റെ അപ്പു, എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഇവളിൽ എന്താണുള്ളത്? അതിന് നിനക്ക് എന്താ ബെറ്റർ ആയിട്ടുള്ളത്? നിനക്ക് എന്നെ കുറിച്ച് എന്തേലും അറിയോ? എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്നറിയോ? അത്രേ ഉള്ളൂ. എടി, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇടിയപ്പം, നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇറക്കല്, നിനക്ക് ഇഷ്ടപ്പെട്ട കളർ റെഡ്, ഇതൊക്കെ തന്നെയല്ലേ? എന്ത് ക്രിഞ്ചാടാ ഇത്. ഇതെന്ത് 10ാം ക്ലാസ്സിലെ പ്രേമാ? ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെന്ത്? ഓക്കെ, നിനക്ക് എന്റെ ബോഡിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? നിന്റെ കണ്ണ്. And what about you? Your lips. You got a sexy lips. അതാണ് എനിക്കിഷ്ടം. അപ്പു, എനിക്ക് നമുക്ക് ഡോക്ടർ കാണാം. ഇവളുണ്ടല്ലോ, ഇവള് ഒട്ടും ശരിയല്ല. എനിക്ക് വീട്, ഞാൻ ഇനി നിന്റെ കൂടെ എങ്ങോട്ടും ഇല്ല. എനിക്കിനി നിന്നെ വേണ്ട. എനിക്ക് അവളെ മതി. എടി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് അവളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റും? അപ്പൊ നിനക്കിപ്പൊ പൊള്ളുന്നുണ്ടല്ലേ? ആ, ഉണ്ട്. ആരാടാ ജസ്ന? ആരാന്ന്? ആരാ ജസ്നാന്ന്? എടി, എന്റെ ഫോണും തരോ? എന്റെ ഫോണിൽ നെറ്റ് കിട്ടുന്നില്ലേ, എനിക്ക് ഇൻസ്റ്റയിൽ കയറാനോ? നെറ്റ് കിട്ടുന്നില്ലേ? ഈ നെറ്റ് കിട്ടുന്നില്ലേ? എന്റെ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. നെറ്റ് വരുമ്പോൾ ഓഫ് ചെയ്തിരുന്നേ, ലോഗൗട്ട് ചെയ്താൽ മതി. അപ്പു, അതറിയാതെ പറ്റിപ്പോയത്, ഇനി ക്ഷമിക്ക്. ക്ഷമിക്കാനോ? ഇതോ? കുറച്ചു മുന്നേ നീ എന്താ പറഞ്ഞേ? നീ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് എങ്ങനെ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നു അല്ലേ? അപ്പൊ ഇതോ? ഇത് നീ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യണേ? എന്തുറ്റി? നിന്റെ നാം ഇറങ്ങിപ്പോയോ? ഇറങ്ങി പോടാ. എന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇടി, റിലേഷൻഷിപ്പിലായിട്ട് ഇത്രയും നാളായിട്ട് എന്നെ നീ തൊടാൻ പോലും സമ്മതിച്ചിട്ടുണ്ടോ? അപ്പൊ നീ സ്നേഹിച്ചത് എന്റെ ശരീരത്തെയാണോ? ഇടി, ശരീരത്തിൽ നിന്നല്ല. ഇടി, ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും ഫീലിങ്സ് ഇല്ലേ? നീ തരാത്തത് അവള് തന്നു, പക്ഷെ എനിക്ക് അവളോട് പ്രേമൊന്നുമില്ല. പ്രേമം നിന്നോടേ ഉള്ളൂ. എന്റെ മുഖം അവള് തീർത്തു തന്നു, അത്ര തന്നെ.
നിനക്ക് ശരിക്കും നോളാവില്ലെന്ന് പറയാൻ. ഇത് നാണിക്കാൻ എന്താ ഉള്ളത്? ഒരു സെക്ഷൽ ലൈഫ് ആഗ്രഹിക്കാത്ത ആരുള്ളേ? അപ്പൊ ഞാൻ വേറൊരാളോട് പോയി കിടന്നിട്ട് വന്നാ നീ നോക്കിയിരിക്കോ? ഇല്ല, ശരിയാണ്. പക്ഷെ നീ നമ്മുടെ റിലേഷൻഷിപ്പ് നോക്കി കാണുമ്പോൾ ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പ് നോക്കി കാണുന്നത് രണ്ടാണ്. നിനക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് വികാരങ്ങൾ വിചാരങ്ങൾ രണ്ടുണ്ട്. വേറെ ഏതോ ഒരുത്തിനോട് പോയി കിടന്നിട്ട് വന്നിട്ട് പിന്നെ ഇനി ഇവിടെ കിടന്ന് എന്ത് പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. എനിക്കിനി നിന്നെ വേണ്ട. ഇറങ്ങിപ്പോ. എനിക്ക് നിങ്ങളോട് പറ്റില്ല. മതി, ഇനി നീ ഒന്നും സംസാരിക്കണ്ട. പിന്നെ ഞാൻ ലെസ്ബിയൻ ഒന്നുമില്ല, പക്ഷെ ഇത് ഇവിടെ തീർന്നു. ഹായ് ഗൈസ്, ഒരു ചോക്ലേറ്റ് ഉള്ളേ. ഐസ്ക്രീം ആണ്. രണ്ടും കൂടെ ഇരുന്ന് കഴിച്ചാൽ മതി, ഞാൻ പോവാ. ഐസ്ക്രീം ഉണ്ടാ? ഇഷ്ടപ്പെട്ടില്ല? ഹായ് ഹായ്, എവിടെ പോവാ? എവിടെ തന്റെ ബോയ് ഫ്രണ്ട്? ഓ ആക്ച്വലി ചേച്ചി അവൻ എന്നെ തേച്ചിട്ട് പോയി. അയ്യോ. ആൻഡ് ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ആ റിലേഷൻഷിപ്പിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവൻ പോയി എനിക്ക് വേറെ കിട്ടുമെന്നെ. ആ ചേച്ചിയുടെ ബ്രേക്കപ്പ് ആയല്ലായിരുന്നു. ഒരു പെണ്ണ് ക്ഷമിക്കാതെ ഇവിടെ എന്താ നടന്നിട്ടുള്ളത്? അവൾ അതങ്ങ് ക്ഷമിച്ചു. അവൾക്ക് അവനില്ലാതെ പറ്റത്തില്ല. തന്റെ കാര്യവും സമയമാകുമ്പോ ശരിയായിക്കോളൂടോ. എനിക്ക് അവനെ ഒന്നും വേണ്ട, എനിക്ക് വേറെ ലൈഫ് സെറ്റായി. ഓ, ഈ ജെൻസിയും അൽഫയും ഒക്കെ കണക്കാണല്ലേ? എല്ലാവരും ഒരുപോലെ അല്ലല്ലേ?